ഇനി കൊട്ടാരക്കരയിലേക്കാണ്. അവിടെ കൊട്ടാരക്കരയിലെ പൊതുമാർക്കറ്റിൽ കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. പെയ്യുന്ന മഴവെള്ളം അത്രയും മാർക്കറ്റിനുള്ളിൽ വന്ന് മറിയുകയാണ്. വിൽപ്പന സാധനങ്ങളൊക്കെ നാശമാകുന്നതിനൊപ്പം പകർച്ചവ്യാധികളും കച്ചവടക്കാരിലേക്ക് പകരുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു മാർക്കറ്റ് ഒരുക്കാനാണ് കൊട്ടാരക്കരയിൽ നഗരസഭാ അധികാരികളുടെ ശ്രമം. അതുകൊണ്ട് തന്നെ നിലവിലെ മാർക്കറ്റ് പൊളിച്ച് ഇവിടുത്തെ കച്ചവടക്കാരെ സമീപത്തേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ അവിടെ ഇപ്പോൾ കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. അതാ ഇങ്ങനെ വെള്ളം വീഴുന്നില്ല, ആരും മനുഷ്യന് ഇരിക്കാൻ കൊതില്ല. വെള്ളം ചോരും, അവരെ പണി അങ്ങനത്തെ. പരിമിതികൾ ഏറെയായിരുന്നു കൊട്ടാരക്കരയിലെ പഴയ മാർക്കറ്റിന്. ഇത് മറികടക്കാനാണ് അത്യാധുനിക സൗകര്യങ്ങളുടെ ഹൈടെക് മാർക്കറ്റ് ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചത്. കഴിഞ്ഞ ജൂൺ 25-നായിരുന്നു നിർമ്മാണോദ്ഘാടനം. കിഫ്ബി ഫണ്ടിൽ നിന്നും 5 കോടി രൂപ ചെലവഴിച്ച ചുരുങ്ങിയ നാൾ കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. ഇപ്പോഴും കോൺക്രീറ്റ് തൂണുകളും പാതി പൂർത്തീകരിച്ച കെട്ടിടവുമായി പുതിയ മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് മാർക്കറ്റിലെ കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. പഴയ മാർക്കറ്റിന് എതിർവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഇവർക്ക് താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി നൽകി. എന്നാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കച്ചവടക്കാർ. ഭയങ്കര ചോർച്ച, നിൽക്കാൻ വയ്യ. ഞാൻ പ്ലാസ്റ്റിക് മാനത്ത് മഴ കൊള്ളുമ്പോഴേ പ്ലാസ്റ്റിക്കും പെട്ടിയും പിറക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത്. ഇത് മീനാ, ഇത് നനഞ്ഞു പോയി ഞങ്ങൾ എന്തോ ചെയ്യാനാ? അല്ലെങ്കിൽ വേണ്ടിയില്ല, വേറെ വല്ലാതെങ്കിൽ ഒന്ന് ഉണക്കിയെങ്കിലും എടുക്കാം. മീൻ ഉണക്കാനൊക്കെ. ഈ മഴക്കാലത്ത് പെയ്യുന്ന മഴയത്രയും മാർക്കറ്റിനുള്ളിലേക്ക് വന്നു പതിക്കുകയാണ്. മഴയായാൽ കുട ചൂടി കച്ചവടക്കാർ ഇരിക്കേണ്ട അവസ്ഥ. വെള്ളം വീണ് ഉണക്കമീനടക്കമുള്ള കച്ചവട സാധനങ്ങൾ നശിച്ച് 10,000ങ്ങളുടെ നഷ്ടമാണ് പാവപ്പെട്ട കച്ചവടക്കാർക്കുണ്ടാകുന്നത്. ഞങ്ങൾ ഇവിടെ കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വെള്ളം പൊട്ടിപ്പോകുന്നത്. ഒരുപാട് പ്രാവശ്യം എൻ്റെ മീൻ നഷ്ടപ്പെട്ട് അവിടെ എന്നിട്ട് പരാതി പറഞ്ഞ് ഒരു 10 പ്രാവശ്യം പറഞ്ഞു. മീനെല്ലാം 10,000 രൂപയുടെ മീനെല്ലാം നഷ്ടപ്പെടുക. വെള്ളം കെട്ടിക്കിടന്ന പലരും രോഗബാധിതരാകുന്നു. എൻ്റെ കാല് മുങ്ങുന്ന രീതിയിലാണ്. ഞാൻ അവിടുന്ന് ആ ഭിത്തിയിൽ നിന്ന് വെള്ളം വീണ് താഴോട്ട് ഇറങ്ങി ആ ഉപ്പ് വെള്ളം, ഉണക്കമീൻ്റെ ഉപ്പ് വെള്ളം എല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് വന്ന് കെട്ടിക്കിടക്കുമായിരുന്നു. ഞാൻ നിന്ന് എൻ്റെ കാലെല്ലാം നീറുമായിരുന്നു. ഇതുപോലത്തെയൊക്കെ ദ്രോഹങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് ജീവിക്കും? അധികാരികളോട് പലതവണ പറഞ്ഞെങ്കിലും ഫലമില്ലെന്നാണ് ഇവരുടെ പരാതി. പിന്നെ ആരും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. പിന്നെ ഒരു വട്ടം അങ്ങോട്ട് ആളെ വിട്ട് ആ 2 ഷീറ്റ് അടിച്ചതല്ലാതെ ഇതുവരെ ആരും വന്ന് ഇതുവരെയും നോക്കിയിട്ടില്ല. പിന്നെ ആരോടാ പറയുന്നത്? ഇതുപോലെ അവരെന്തെങ്കിലും ഇരുന്ന് പരാതി വിളിച്ച് പറയുമ്പം ആരെങ്കിലും എന്തെങ്കിലും നടപടി കൊണ്ട് വരും. പക്ഷേ ഇതുവരെ ആ ഷീറ്റ് ഇട്ടല്ലാതെ ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടില്ല. പലതവണ പരാതി പറഞ്ഞപ്പോൾ ചിലരെത്തി, എന്നാൽ ഒന്നും ചെയ്യാതെ മടങ്ങി. ഒടുവിൽ കച്ചവടക്കാർ തന്നെ പരിഹാരമൊരുക്കാൻ ശ്രമിച്ചെങ്കിലും പാളി. അശാസ്ത്രീയമായാണ് മേൽക്കൂര നിർമ്മിച്ചതെന്ന നിർമ്മാണ സമയത്ത് തന്നെ കണ്ടുനിന്നവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അധികൃതർ പറഞ്ഞ മറുപടി ഇങ്ങനെ. ഞാൻ അന്നിവിടെ പണിയാൻ വന്നവരടുത്ത് പറഞ്ഞ് ഇത് ഇങ്ങനെ ഈയിടെ പറഞ്ഞപ്പോൾ ഞാൻ എഞ്ചിനീയറാണെന്ന് ചോദിച്ചവന്മാർ. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ വന്നു. ഇന്നലെ ഞാനായത് മൊത്തം കെട്ടി, ഞാനില്ല ചെറുക്കനോട് അത് മൊത്തം കെട്ടി റെഡിയാക്കി വെച്ചത്. വലിയ കാറ്റടിച്ചാൽ മേൽക്കൂര പോലും പാറിപ്പോയേക്കും. ജീവൻ പണയപ്പെടുത്തി മഴ നനഞ്ഞ് കച്ചവടം ചെയ്ത് കിട്ടുന്നത് ആശുപത്രിയിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് കച്ചവടക്കാർക്ക്. ഈ പാവങ്ങളുടെ നികുതിപ്പണം കൂടി നഗരസഭയിൽ എത്തുന്നുണ്ടെന്ന് അധികൃതർ മറക്കാതിരുന്നാൽ നന്ന്. 3 മാസത്തിനുള്ളിൽ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് അധികാരികളുടെ വാദം. അത് സാധ്യമാകുമോ എന്നതും കണ്ടറിയണം. എന്തായാലും മഴ നനയാതിരിക്കാൻ വേണ്ട സൗകര്യമെങ്കിലും അടിയന്തരമായി ഈ കച്ചവടക്കാർക്ക് ഒരുക്കി നൽകാൻ ഇനിയും അധികാരികൾ വൈകരുത്. ദുരിതപൂർണമാണ് കൊട്ടാരക്കര താൽക്കാലിക ചന്തയ്ക്കുള്ളിലെ ഈ ചെറുകിട കച്ചവടക്കാരുടെ ജീവിതം. ഇവരും മനുഷ്യരാണെന്നുള്ളൊരു ചിന്തയെങ്കിലും കൊട്ടാരക്കര നഗരസഭാ അധികൃതർക്ക് വേണം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.